1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ പ്രവചനങ്ങളാണ് പറയുന്നത്. മൂലം നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ഇവിടെ പ്രവചനം അനുസരിച്ച് ധനസമൃദ്ധി ധാരാളമായിട്ട് കാണുന്നു. പല വഴികളിലൂടെയും ധനം ധാരാളമായിട്ട് കിട്ടേണ്ട സാധ്യതയുണ്ട്. ഏതെങ്കിലും ബില്ലുകൾ മുടങ്ങി കിടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അരിയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും, വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടേണ്ട കോർട്ട് വഴി കിട്ടേണ്ട പൈസയായിരുന്നാലും ഏതായിരുന്നാലും മുടങ്ങിക്കിടക്കുന്ന എല്ലാ പൈസകളും കിട്ടാനും കൂടി ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ ഈ പണത്തെ ശരിയായ നിക്ഷേപങ്ങളിലൂടെ വളർത്താൻ ശ്രമിക്കുക. ആവശ്യത്തിന് തിരികെ ലഭിക്കുന്ന പദ്ധതികളിലൂടെ നല്ല ബാങ്കുകളിലും നല്ല നിക്ഷേപ പദ്ധതികളിലും നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഇത് കിട്ടുന്നതാണ്. കാരണം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിങ്ങൾക്ക് ധനം വരുമെങ്കിലും പിന്നീട് ധനത്തിൻ്റെ വരവ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ വർഷത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പകുതിക്കപ്പുറം ധനം വരേണ്ടത് കുറയാനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പം മാക്സിമം ധനം കിട്ടുന്നത് സമ്പാദിച്ച് വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ കാരണം. ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അധികാരമുള്ള ഒരു പദവി അവർക്ക് ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് നല്ല യോഗമുള്ളവരാണെങ്കിൽ, അതായത് ഭരണ സാന്നിധ്യ യോഗം അങ്ങനെയുള്ള യോഗങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിന് ഐശ്വര്യവും ബന്ധുജനങ്ങൾക്ക് ഗുണകരവുമായ നിങ്ങളെക്കൊണ്ട്, അതായത് കുടുംബത്തിന് നിങ്ങളെക്കൊണ്ട് ഐശ്വര്യവും ലഭിക്കും. ബന്ധുജനങ്ങൾക്ക് അതുപോലെ ഒരുപാട് ഉപകാരങ്ങളും നിങ്ങളെക്കൊണ്ട് ലഭിക്കും. ദുർജനങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ഒരു പേരുദോഷം, നേരത്തെ എന്തെങ്കിലും രീതിയിൽ കൂട്ടുകെട്ട് മോശമായി അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ചതിവിലായിരുന്നാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ആ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ ഉദരരോഗം, ഏതെങ്കിലും തരത്തിലുള്ള വയറ് സംബന്ധിച്ചമായ രോഗങ്ങൾ, വേദനകൾ, മറ്റുള്ള കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലായിടത്തും ബുദ്ധി സാമർഥ്യം കൊണ്ട് രക്ഷ നേടാനായിട്ട് ശ്രമിച്ചാൽ അത് വിഫലമാകാനുള്ള സാധ്യത കാണുന്നു. അവിടെ വളരെ കൗശലത്തോടു കൂടി വേണം, അല്ലെങ്കിൽ വാക് സാമർഥ്യം, അതായത് മധുരമായ വാക്കുകളിൽ കൂടി ഉള്ളതും പിന്നെ കൗശലപരമായിട്ട് വേണം അവിടെ നീങ്ങാനായിട്ട്. കുറുക്കൻ്റെ ബുദ്ധി അവിടെ ഉപയോഗിക്കുക. സ്ത്രീയാണെങ്കിൽ ഗർഭധാരണം നടന്നാലും അബോർഷനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് സ്ത്രീ നക്ഷത്രമാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അത് അബോർഷൻ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ അതിന് ആരംഭത്തിലെ തന്നെ ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഗർഭം ഉണ്ടെന്ന് അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വൈദ്യസഹായം നേടുകയും കൂടാതെ സന്താന ഗോപാലം പൂജകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത്. അതുപോലെ ദമ്പതിമാർ തമ്മിൽ ഒരു പിണക്കം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു വിരഹം കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായിട്ട് ഭാര്യയും ഭർത്താവും രണ്ട് രാജ്യത്ത് ആയിരുന്നാലും മതിയാകും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പിണക്കം വന്നിട്ട് ഒന്ന് പിരിഞ്ഞു ഉള്ള ഇതിനും സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലവും വീണ്ടും വിചാരം ഇല്ലാതെയും കാര്യങ്ങൾക്ക് എടുത്തു ചാടുകയാണെങ്കിൽ ധാരാളം ധനനഷ്ടം വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടും ഒരു ദേഷ്യം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതേപോലെ ഉപാസനാഭംഗം, അതായത് പ്രാർത്ഥന, പൂജ, മതപരമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കഴിയുന്നതും അത് ഒഴിവാക്കുക. കാരണം നമ്മൾ ഉപാസന തന്നെ പ്രാർത്ഥനകളും ആരാധനാലയങ്ങളിലൊക്കെ പോകുക. ഈ ദുരിതങ്ങൾ വരാതെയും എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. അതുപോലെ ശ്രാദ്ധ പൂജകൾ, അതായത് പിതൃക്കൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പൂജകൾ, തർപ്പണം, ബലി, മറ്റുള്ള അവരുടെ മരിച്ച ദിവസം ഓർമ്മിക്കുന്ന ആയിട്ടുള്ള പൂജകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മതാചാര്യപ്രകാരം ചെയ്യേണ്ടതാണ്. അതുപോലെ പിതൃതുല്യനായ ഒരു വ്യക്തി, നിങ്ങളുടെ അമ്മാവനോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെയുള്ള ആരെങ്കിലും മരിക്കുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇനി ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫലം പറയുന്നത്. ആദ്യം മൂലം നക്ഷത്രക്കാർക്കാണ്. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് മോശമായിട്ടുള്ള ഒരു കാലമാണ്. ഇതിൽ ചില മൂലം നക്ഷത്രക്കാർക്ക് പല രോഗങ്ങൾ വരാം, ദാരിദ്ര്യം വരാം, കഷ്ടപ്പാടുകൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. 2 വയസ്സ് മുതൽ 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്.
അതായത് ആദ്യമൊക്കെ വിദ്യാഭ്യാസം തടസ്സം വരുമെന്ന് അച്ഛനമ്മമാരൊക്കെ വിചാരിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും അത് തടസ്സം വരാതെ അതാത് പ്രായത്തിൽ തന്നെ അവർക്ക് സ്കൂളിൽ ചേരുന്നതിനും ഉന്നത വിദ്യാഭ്യാസം അവരല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അത് സാങ്കേതിക വിദ്യാഭ്യാസമായിരുന്നാലും അല്ലാത്തതായിരുന്നാലും അവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തുമെങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തിന് തടസ്സം ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം വരുന്നതായിട്ടാണ് കാണുന്നത്. ചെലവുകൾ കൂടാൻ ഒരു ധനപരമായ അച്ചടക്കം ഈ സമയം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവുകൾ ചുരുക്കുക, വിനോദസഞ്ചാരങ്ങൾ കുറയ്ക്കുക, അതുപോലെ കടം കൊടുക്കുന്നത് നിർത്തിവെക്കുക, കടം വാങ്ങുന്നതും കഴിയുന്നതും നിർത്താൻ ശ്രമിക്കുക. കാരണം ഈ സമയം അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഈ കാലങ്ങളിൽ അവർക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നു. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. ശാരീരികമായും മാനസികമായും ആരോഗ്യപരമായും അവർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി ഭൂമിയും വീടും വാഹനങ്ങളും വാങ്ങുന്നതിനുള്ള ഭാഗ്യവും അവർക്ക് ലഭിക്കുന്നു. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി ഇതിൽ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി വന്നേക്കാം. അത് വയറ് സംബന്ധിച്ചുള്ള ഒരു സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് പോലുള്ള അവയവങ്ങൾക്കുള്ള ഒരു സർജറി ആയിരിക്കാം എന്നാണ് ഇതിൽ കാണുന്നത്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലൊരു കാര്യം നമ്മൾ പുതിയ ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു പുതിയ വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ ഒക്കെ പോകുമ്പോൾ അത് വിശദമായി വസ്തുവും വീടൊക്കെ വാങ്ങണമെങ്കിൽ അതൊരു നല്ല ഒരു സിവിൽ അഡ്വക്കേറ്റിനെ കണ്ട് അതിനായിട്ടുള്ള നൂലാമാലകളുണ്ടോ എന്ന് പരിശോധിക്കുക. അതല്ല വേറെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭം വിലയ്ക്ക് വാങ്ങാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ വളരെയധികം പരിചയസമ്പന്നതും വിശ്വാസമുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായം കൂടി തേടിയിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ. അല്ലെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത, അതായത് ബുദ്ധിശൂന്യത ഉണ്ടാവാം. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മനസമാധാനവും ഐശ്വര്യങ്ങളും ലഭിക്കാം. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സുഖമായിട്ടുള്ളൊരു ജീവിതമാണ് അവർക്ക് ഈ സമയം പറയുന്നത്. അടുത്ത പൂരാട നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാം. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടന്നു പോകുന്നു. അച്ഛനും അമ്മയ്ക്കും കൂടി ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതിൽ ചിലപ്പം വഴക്ക് മൂത്ത് കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അവർ വേറെ മാറി താമസിക്കാനും ഉള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ചിലർ ബന്ധം വേർപിരിഞ്ഞു പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും ഇതിൽ ചില പൂരാട നക്ഷത്രക്കാർക്ക് അച്ഛൻ്റെ അമ്മയുടെ ആരെങ്കിലും ഒരാളിൻ്റെ വാത്സല്യം മാത്രമേ ഈ സമയം ലഭിക്കുന്നുള്ളൂ. എല്ലാ പൂരാട നക്ഷത്രമല്ല, ചില പൂരാട നക്ഷത്രക്കാർക്ക് 15 വയസ്സ് വരെയുള്ളതാണ് പറഞ്ഞത്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം വരാം. സ്വന്തം നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് മാറി താമസിക്കാം. വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യം, എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഇന്നിടത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യബോധമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇഷ്ടപ്പെട്ട ഒരു തൊഴിലിൽ പ്രവേശിക്കാനും അവർക്ക് സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അത്യാവശ്യമായി ചില സർജറികൾ വേണ്ടി വരേണ്ട ഒരു സമയമാണ്. അത് തീപ്പൊള്ളലിൽ നിന്നോ ഇലക്ട്രിക് ഷോക്കിൽ നിന്നോ ഒക്കെ ഒരു പൊള്ളൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ ആ കാര്യങ്ങൾ സൂക്ഷിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ജീവിതത്തോടൊരു വെറുപ്പും നിരാശയൊക്കെ തോന്നാം. ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ മനോവിചാരങ്ങൾ കൂടുതലായിട്ടുണ്ടാവണമെങ്കിൽ നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. മനഃശാസ്ത്രപരമായ രോഗത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടറെ സമീപിച്ച് വേണ്ടുന്ന ചികിത്സകളോ അദ്ദേഹത്തിൻ്റെ ഉപദേശമോ സ്വീകരിക്കേണ്ടതാണ്. ബുദ്ധിയും ബുദ്ധിയും കൂടി ചേർത്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. ഈ സമയത്ത് വിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കണം. അതായത്
ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ശരീരത്തിന് ഒടിവ് ചതവൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ചില കഷ്ടതകൾക്കും ആശ്വാസങ്ങൾക്കും ഒക്കെ ആ ഒരു ആശ്വാസമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നതിനെല്ലാം ഒരു ആശ്വാസം കിട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സമൃദ്ധി ധാരാളമായിട്ടുണ്ടാകുന്നു. അവർക്കൊരു ആത്മീയത കൈവരിക്കാനും കൂടി അവർക്ക് സാധിക്കുന്നു. അതുപോലെ ഞാൻ ഈ 56 വയസ്സിന് മുകളിലുള്ള അവരുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിലൊരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മിക്കവാറും ഒടിവ് ചതവ് മൂലമുള്ള ഒരു സർജറി ആയിരിക്കാം. അത് ഒന്ന് ശ്രദ്ധിക്കുക. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മോശം സമയമാകുന്നു. അപവാദം കേൾക്കുന്നതിനുള്ള ഇത് ചെയ്യാത്ത കാര്യത്തിന് അവർക്ക് മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിന് അവർക്ക് വഴി കേൾക്കേണ്ടതായിട്ട് വരാം. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരാം. ഇതിൽ ചില ആൾക്കാർക്ക് വിദേശവാസവും കൂടി കാണുന്നുണ്ട്. മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ഒക്കെ വിദേശത്തായിരിക്കാം. അവരങ്ങോട്ട് കൊണ്ടുപോകാനും മതിയാകും. അടുത്ത ഉത്രാട നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാണ്. അവർക്ക് കുടുംബത്തിൽ ധനം വരാം, വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ട് രീതിയിലുള്ള ഒരു കാര്യമാണുള്ളത്. ഒന്ന്, അവരുടെ കുടുംബ സ്വത്തുക്കൾ, ഈ കുട്ടിയുടെ അച്ഛനും അമ്മ വഴിയുള്ള കുടുംബ സ്വത്തുക്കൾ അവർക്ക് വീതം വെച്ച് കിട്ടുകയും അതിൻ്റെ ഒരു വീടും അല്ലെങ്കിൽ വസ്തുവോ അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്തിട്ട് പണമായിട്ടോ കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവരുടെ രക്ഷകർത്താക്കളുടെ ഇവരുടെ തന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും സ്വന്തം പ്രയത്നം കൊണ്ട് പുതിയ വീട് വെച്ച് അതിൽ താമസമാകുന്നതിനും ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. കുട്ടിയുടെ ജാതകത്തിൽ ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവരിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. വലിയ സർജറി ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയ വേണ്ടി വരാം. ചില രോഗങ്ങൾ വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ അശ്രദ്ധയും മോശമായ കൂട്ടുകെട്ടുകളും ആണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരാനും സാധ്യതയുണ്ട്. അതുമൂലം ചില മാനസിക പിരിമുറുക്കങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില ഉത്രാട നക്ഷത്രക്കാർക്കാണ്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നു. അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഈ സമയം എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. അതുപോലെ മാനസിക സംഘർഷം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ സമയത്ത് അങ്ങനെ മയക്കുമരുന്നിനും മദ്യത്തിനൊന്നും അടിമയാകാതിരിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് അവർ മുൻകാലങ്ങളിൽ അവർ വളരെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ ധാരാളം ധനം ലഭിക്കുകയും അവർക്ക് മനസ്സന്തോഷം ലഭിക്കുകയും അവരുടെ മനസ്സിന് പരമായിട്ടുള്ള മനോവിചാരങ്ങളായ ഡിപ്രഷൻ മുതലായ എല്ലാം മാറിക്കിട്ടുകയും അവർക്ക് ചെയ്യുന്നു. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി അവർക്ക് ഒരു നല്ലൊരു സമയമാണ് ഈ സമയം. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില മാനഹാനി വരേണ്ട ഒരു സാധ്യതയുണ്ട്. അത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ആ പഴി ചിലപ്പോൾ പോലീസ് പരാതിയോ കോടതി നടപടിയോ വന്നേക്കാം. എന്നിട്ട് അവസാനം നിങ്ങളതിൽ നിരപരാധിയാണെന്ന് വേണ്ടി വിട്ടയക്കാനും ഇതിൽ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് വിരഹം വരുന്നതിനുള്ളൊരു സാധ്യതയും കൂടി ഈ സമയം കാണുന്നുണ്ട്. അതല്ലെങ്കിൽ രണ്ടിലാരെങ്കിലും ഒരാൾ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്നൊരു സമയമാണ്. ചില രോഗങ്ങളുടെ ഒരു പീഡയുണ്ടാകാം, അതായത് രോഗങ്ങൾ മൂലമുള്ള കഷ്ടപ്പാടുണ്ടാകാം. എങ്കിൽ തന്നെയും അവർക്ക് ധനത്തിനും ധാന്യത്തിനും മറ്റുള്ള ഐശ്വര്യങ്ങൾക്കും ഒരു മുട്ടും, അതായത് കുറവും വരുന്നില്ല. ഭക്ഷ്യവിഷ ഏൽക്കാണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായിട്ട് വരുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ പൂജോപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.